കൊച്ചിയിൽ 56-കാരിയെ ബലാത്സംഗം ചെയ്ത് റെയിൽവേ ട്രാക്കിന് സമീപം ഉപേക്ഷിച്ച കേസിൽ അറസ്റ്റിലായ അസം സ്വദേശി ഇന്ന് കോടതിയിൽ ഹാജരാകും. പ്രതി ഫിർദൌസ് അലിയെ ഇന്നലെയാണ് കടവന്ത്ര പോലീസ് പിടികൂടിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KM ഉമേഷാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. ഗുഡ് മോർണിംഗ്. പറയുമ്പോഴും ഒരു ദുരന്ത വാർത്തയുടെ വിശദാംശങ്ങളാണ് ഉമേഷിൽ നിന്ന് അറിയേണ്ടതുണ്ട്. എന്തായിരുന്നു സംഭവം? എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? ഇപ്പോഴെങ്ങനെ പോകുന്നു ഈ കേസിന്റെ അന്വേഷണ പുരോഗതി? വിനീഷ, യഥാർത്ഥത്തിൽ ഇക്കഴിഞ്ഞ 13-ന് രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ ആലപ്പുഴ സ്വദേശിനിയായ 56-കാരി അവർ വിവിധ സ്റ്റേഷനുകളിൽ ക്ലോക്ക് റൂമിലെ താൽക്കാലിക ജീവനക്കാരിയായി എറണാകുളത്ത് ജോലി ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇക്കഴിഞ്ഞ 13-ന് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടുമുട്ടുന്നത്. ഇവർ യഥാർത്ഥത്തിൽ നിർധനയായ ഒരു സ്ത്രീയാണ് ഈ 56-കാരി. അവർക്ക് പണം നൽകി, 500 രൂപ നൽകി തൻ്റെ കൂടെ വന്നാൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാം. അവിടെ നിന്ന് ഇവർ താമസിക്കുന്നത് ചോറ്റാനിക്കര ഭാഗത്ത് നിന്നാണ്, മെട്രോ സ്റ്റേഷനിൽ കയറി പോകാം എന്നൊക്കെ ഇയാൾ പറയുകയും അങ്ങനെ ഇയാളുടെ കൂടെ ഓട്ടോയിൽ കയറി പോവുകയുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പോകുന്ന വഴി ഇയാൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ്, അതായത് നോർത്തിനും സൗത്തിനും ഇടയ്ക്ക് കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന ഭാഗത്താണ് ഓട്ടോ നിർത്തി അവിടെ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ച് അവിടെ വെച്ച് ഈ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇത് പൊന്നുരുന്നിയിലെ റെയിൽവേ ഷണ്ടിങ് കേന്ദ്രത്തിന് സമീപത്ത് വെച്ചാണ്, ആളൊഴിഞ്ഞ പ്രദേശത്തും അവിടെ ചതുപ്പ് നിലമാണ്, അതിന് സമീപത്ത് വെച്ചാണ് ഈ വൃദ്ധയെ ക്രൂരമായി ഇയാൾ പീഡിപ്പിച്ചത്. അതിനുശേഷം ഇയാൾ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു. പിന്നീട് ഈ സ്ത്രീ അവശനിലയിലായ സ്ത്രീയുടെ കരച്ചിൽ കേട്ടാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഇവരെ കാണുകയും പിന്നീട് പോലീസിന് വിവരം കൈമാറുകയും ചെയ്തത്. പിന്നീട് പോലീസ് എത്തി ഇവരെ ആദ്യം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. ഇവർക്ക് മേലാസകലം പരുക്കുണ്ട്, പ്രത്യേകിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇവർക്ക് മുറിവേറ്റിട്ടുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഏറ്റവും ഒടുവിൽ അറിഞ്ഞ വിവരമനുസരിച്ച് ഇവർ അപകടനിലയൊക്കെ തരണം ചെയ്ത് വരികയാണ്. ഇവർ സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്. ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ പ്രതി ആര് എന്നത് സംബന്ധിച്ച് പോലീസ് വ്യാപകമായ പരിശോധന നടത്തി, അന്വേഷണം നടത്തി. ലഭ്യമായ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഇതര സംസ്ഥാനക്കാരനായ അസം സ്വദേശി ഫിർദൌസ് അലി ഈ ദൃശ്യങ്ങളിലുണ്ട് എന്ന് പോലീസിന് വ്യക്തമായത്. അത് ഇയാളുടെ പേരും മറ്റു കാര്യങ്ങളുമൊന്നും അപ്പോൾ പോലീസിന് അറിവില്ല. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരാളെ തിരിച്ചറിഞ്ഞു. അതിനുശേഷം മറ്റുള്ളവരുമായൊക്കെ ആലോചിച്ചാണ് അവരെയൊക്കെ കണ്ട് മൊഴിയെടുത്തപ്പോഴാണ് ഇത് ഫിർദൌസ് അലിയാണ് എന്ന് പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഇയാൾ നിരവധി വർഷങ്ങളായി കൊച്ചിയിൽ താമസിക്കുന്നുണ്ട് എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം. ലഹരി കേസുകളിലടക്കം പ്രതിയായി അത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഇയാൾക്കുണ്ട് എന്നുള്ളതും പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇയാൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഇയാളെ തിരിച്ചറിഞ്ഞ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. ഇയാളുടെ ഫോൺ നമ്പറൊക്കെ പോലീസ് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഫോണിൽ ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ച രാവിലെ ഇയാളുടെ മൊബൈൽ ഫോൺ ആക്റ്റീവ് ആയതോടെ ഇയാൾ എവിടെയുണ്ട് എന്നുള്ളത് പോലീസിന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ കൊച്ചിയുടെ പരിസര പ്രദേശത്ത് നിന്നാണ് ഇന്നലെ രാത്രിയോടെ ഈ ഫിർദൌസ് അലിയെ കടവന്ത്ര പോലീസ് പിടികൂടിയത്. നിലവിൽ അയാളുള്ളത് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലുള്ള ആണ്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യും. തുടർന്ന് ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും പ്രതിയെ പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാളെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങുന്ന തീരുമാനവും പോലീസിൻ്റേതായി ഉണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. വിനീഷ. ശരി ഉമേഷ്, താങ്ക് യു. ഉമേഷാണ് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്.